welcome back to Range Vlogs. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. യെസ്, നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ ആണ്, ഒരു ഇൻസ്പയർഡ് ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ. ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഫെയിം ഡിംപിൾ ബാലിന്റെ ഒരു ഹെയർ സ്റ്റൈൽ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അത്രത്തോളം മുടിയൊന്നും ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കൊരു ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. സോ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. റഫായിട്ട് കുറച്ച് ഹെയർ പിൻസ് വേണം ആൻഡ് ദെൻ ഒരു റബ്ബർ ബാൻഡ് വേണം. ഇത്രയുണ്ടെങ്കിൽ ഹെയർ സ്റ്റൈൽ റെഡി. സോ യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയൊക്കെ വോയിസ് ഓവറിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് കോംപ് ചെയ്ത്, അതായത് നമുക്ക് വല്ല കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കളയാം. അതിനുശേഷം ഇതുപോലെ മുമ്പിലോട്ടേക്ക് മുടി എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു മിഡിൽ പോർഷനിൽ ഹോൾഡ് ചെയ്യാം. അഗെയിൻ നമ്മുടെ കോംബ് എടുത്തിട്ട് നന്നായിട്ട് കോംബ് ചെയ്യാം കേട്ടോ. ബിക്കോസ് നമുക്ക് ചിലർക്കെങ്കിലും ഓയിലി ആയിട്ടുള്ള ഹെയർ ഉണ്ടെങ്കിൽ അവിടെ ഇവിടെ മുടി പൊങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം അങ്ങനെയാണ് ഉണ്ടാവാറ്. അപ്പോൾ കുറച്ച് അത്യാവശ്യ സമയം നന്നായിട്ട് ടൈം എടുത്തിട്ട് വേണം കോംബ് ചെയ്യാൻ വേണ്ടിയിട്ട്. കോംബ് ചെയ്തതിനു ശേഷം എൻഡ്സ് നന്നായിട്ട് കോംബ് ചെയ്യാം. ബിക്കോസ് നമ്മൾ ഫ്രിഞ്ചസ് ഇല്ല നമുക്ക്, അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്രിഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ക്ലീൻ ആയിരിക്കണം മുടി. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഏറ്റവും മിഡിൽ പോർഷനിൽ ടൈ ചെയ്തിട്ട്, അതായത് ഇതുപോലെ ഒരു ബമ്പ് വരുന്ന രീതിയിലാക്കുക. ഇപ്പോൾ എത്രത്തോളം ലെങ്ത് ഉണ്ടോ അതിനനുസരിച്ച് ചെയ്യാട്ടോ. ഇപ്പോൾ എനിക്ക് ഫ്രിഞ്ചസ് വേണ്ടത് കുറച്ചേ മുമ്പിൽ വേണ്ടു, അതിനനുസരിച്ച് എനിക്ക് ബമ്പിൻ്റെ എന്താ പറയുക വലുപ്പം കൂട്ടണം. അതുകൊണ്ട് തന്നെ ആ ഒരു നമ്മുടെ ടൈ ചെയ്ത ആ ഒരു പോർഷനിൽ നിന്ന് കുറച്ചൊന്ന് വലിച്ചു പിടിച്ചിട്ട് നമ്മുടെ ബമ്പ് കുറച്ചും കൂടെ ഒന്ന് വലുതാക്കുകയാണ്. അതിനുശേഷം ഏകദേശം ഇപ്പോൾ കണ്ണിൻ്റെ ആ ഒരു നമ്മുടെ ഡിംപിൾ ബാലിൻ്റെ ആ ഒരു ഏരിയ, അതായത് നമ്മുടെ നെറ്റി ഭാഗം വരെയാണ് ഫ്രിഞ്ചസ് ഉള്ളൂ. അതേപോലെ നമ്മൾ ഏകദേശം ആക്കിയിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് മുടി എടുക്കുന്നില്ല, ബാക്കിയുള്ള കുറച്ച് മാത്രം മുടി എടുത്തിട്ട് ബാക്കിയുള്ള മുടി നമ്മൾ ഈ ഒരു ബമ്പ് പോലെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ടൈ ചെയ്തിട്ട് ഒരു ഹാർ പിൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്യാം. സോ നമ്മുടെ ബമ്പ് ഇപ്പോൾ റെഡിയാണ്. ഇനി നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഫ്രിഞ്ചസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഓൾറെഡി നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഫ്രിഞ്ചസ് വേണ്ട, എനിക്ക് ഓൾറെഡി ഫ്രിഞ്ചസ് ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട, ഈ ഒരു ബമ്പോട് കൂടിയിട്ട് ആ ഒരു ഫ്രിഞ്ചസും പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്താൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രിഞ്ചസ് ഇല്ലാത്ത കേസിൽ ഇതുപോലെ നമ്മൾ കുറച്ച് മാത്രം മുടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ട്രെയിറ്റൻ ചെയ്യുക. സപ്പോസ് സ്ട്രെയിറ്റ്നർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് നേരം കൈ വെച്ച് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്താൽ തന്നെ ഏകദേശം നമുക്ക് ആ ഒരു ഫ്രിഞ്ചസ് പ്രോപ്പറായിട്ട് വന്ന് നിൽക്കും. സോ എൻ്റെ ഫ്രിഞ്ചസ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിന് നന്നായിട്ടൊന്ന് പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം ഹെയർ പിനൊക്കെ വെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം ഏകദേശം ഇങ്ങനെയാണുള്ളത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരുപാട് കട്ടിയുള്ള മുടിയൊന്നും എടുക്കാത്തതുകൊണ്ട് അവിടെ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് കൈയൊക്കെ വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷം ഒന്ന് നമ്മളുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഓടിക്കുക. അതിനുശേഷം അതേ കൈ വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് എന്താ ഒരു കുറച്ച് വോളിയം ഉള്ളത് പോലെയും ഒരു വേവ് ഉള്ളത് പോലെയൊക്കെ തോന്നും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മുഖത്ത് ഒരുപാട് മുടിയൊക്കെ ഇങ്ങനെ വന്നിട്ട് തന്നെ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. സോ യെസ്, ഇത്രയേ ഉള്ളൂ നമ്മളുടെ ട്യൂട്ടോറിയൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ആൻഡ് ബൈ.